ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് നമ്മുടെ B2 സ്പ്രഹനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊരു ഐഡിയയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, കുറച്ച് റേഡിയോ മെറ്റൽസും അതുപോലെ തന്നെ നമ്മൾ B2 സ്പ്രഹൻ പറയുമ്പം ഒരു ഓർഡറുണ്ട്. അപ്പോൾ B2 സ്പ്രഹൻ ഫസ്റ്റ് ടൈലെന്ന് പറയുന്നത് തേമയാണ്, സെക്കൻഡ് ടൈലെന്ന് പറയുന്നത് ഡിസ്കുസിയോണാണ്. അപ്പോൾ തേമ സംസാരിക്കാനുള്ളത് 4 മിനിറ്റ്സിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഫിറ്റ് ബ്ലൈബൻ. ഓക്കെ, ഫിറ്റ് ബ്ലൈബിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെയാണ്. അതിൻ്റെ മ്യോഗ്ലിഷ് കൈറ്റൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ഇത് അറിയായിരിക്കും. അപ്പം B2 സ്പ്രഹനെക്കുറിച്ച് പ്രത്യേകിച്ച് തേമ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടൈല് തേമയാണ്. ആദ്യം നമ്മൾ ഒരു തേമ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ തേമേനെക്കുറിച്ച് ഒരു 3 or 4 സെൻറ്റൻസിൽ ആ തേമേനെക്കുറിച്ച് ഒന്ന് പറയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ തേമയുടെ മ്യോഗ്ലിഷ് കൈറ്റനാണ് പറയേണ്ടത്. 3 മ്യോഗ്ലിഷ് കൈറ്റനാണ് പറയേണ്ടത്. 3 മ്യോഗ്ലിഷ് കൈറ്റന് ആദ്യത്തെ 2 മ്യോഗ്ലിഷ് കൈറ്റനും ഫോർട്ടയിലെയും നാക്ടയിലെയും ഒരു 3 വെച്ച് പറയാം. ഫോർട്ടയിലെ 3, നാക്ടയിലെ 3. അങ്ങനെ ആദ്യത്തെ 2 മ്യോഗ്ലിഷ് കൈറ്റനും അങ്ങനെ പറയുക. മൂന്നാമത്തെ മ്യോഗ്ലിഷ് കൈറ്റൻ നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുക, കുറച്ച് എടുത്ത് പറയുക. അതാണ് ഗെനോവറായിട്ട് മൂന്നാമത് എഴുതിയിരിക്കുന്ന മ്യോഗ്ലിഷ് കൈറ്റനാണ് ഗെനോവറായിട്ട് പറയേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു മൈനുങ് പറയുക, നമ്മുടെ ഒപ്പീനിയൻ പറയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ പറയുക. കൺക്ലൂഷൻ പറഞ്ഞതിന് ശേഷം പാർട്ട്ണർ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പം നമ്മൾ പറഞ്ഞ തേമേനെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും പോയിൻ്റ് ഹൈലൈറ്റ് ചെയ്ത് അതിനെ പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ പാർട്ട്ണറിന് ഒരു താങ്ക്സ് പറയുക. താങ്ക്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ആൻസർ പറയുക. അത് കഴിഞ്ഞ് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ പാർട്ട്ണർ താങ്ക് യു പറയും, അല്ലെങ്കിൽ പറയത്തില്ല. അപ്പോൾ നിങ്ങളത് ആൻസർ ചെയ്ത് കഴിയുമ്പം അടുത്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സാമിനറാണ്. എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പം ഒരാൾ ചോദിക്കും, ചിലപ്പോൾ 2 പേരും ചോദിക്കും. അതിനും നിങ്ങൾ ആൻസർ കൊടുക്കുക. അതോടെ നിങ്ങളുടെ തേമ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തേമയിൽ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത്, ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനും ഏകദേശം ഇതുപോലെ ഒരു രീതിയിലാണ് ഞാനും സ്പീക്കിംഗ് ചെയ്തത്. പക്ഷേ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പ്രസൻറ്റ് ചെയ്തത് നമ്മൾ നാച്ചുറലായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് പ്രസൻറ്റ് ചെയ്തത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ടഫായിട്ടുള്ളത് നമുക്ക് ഓണായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ബൈ ഹാർട്ട് പഠിക്കുക. പക്ഷേ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈല് തേമയിൽ ഇൻട്രൊഡക്ഷനാണ് പറയേണ്ടത്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഒരു തേമ എന്ന് പറയുന്നത് ഫിറ്റ് ബ്ലൈബനാണ്. ഫിറ്റ് ബ്ലൈബിനെ കുറിച്ച് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഗുട്ടൻ മോർഗൻ അല്ലെങ്കിൽ ഗുട്ടൻ ടാഗ് എന്ന് പറയാം. ഓക്കെ, ഉച്ചയ്ക്കാണ് എക്സാമെങ്കിൽ നിങ്ങൾക്ക് ഗുട്ടൻ ടാഗ് എന്ന് പറയാം. ഈവനിംഗ് ഒക്കെ ആണെങ്കിൽ ഗുട്ടൻ ആബൻറ്റ് എന്ന് പറയാം. അപ്പോൾ സേഫ് എപ്പോഴും ഗുട്ടൻ ടാഗ് പറയുന്നതായിരിക്കും. മോർണിംഗ് ആണെങ്കിൽ ഗുട്ടൻ മോർഗൻ എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയാം. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇഷ് ഹൈസെ ഫേബ അല്ലെങ്കിൽ മൈ നാമേ ഇസ്റ്റ് ഫേബ ഫ്യൂർ മൈനൻ ഫോർട്രാഗ് ഹാബേഷ് ദസ് തേമ. ഏതാണോ തേമ കിട്ടിയത് ആ തേമ. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന തേമ ഫിറ്റ് ബ്ലൈബനാണ്. അപ്പോൾ ഫിറ്റ് ബ്ലൈബൻ ഗെവേൽഡ് വൈലസ് സെർ ഇൻറ്ററസാൻഡ് ഈസ്റ്റ് ദ ഗിപ്റ്റസ് സെൽഫ് ഫെർസ്റ്റേൻലിഷെ മേററെ മ്യോഗ്ലിഷ്കൈറ്റൻ ദനാഹ് മ്യോഷ്ടെ ഇഷ് die Vorteile und Nachteile von dieser Möglichkeiten sprechen. Dann darstelle ich eine Möglichkeiten genauer und zum Schluss äußere ich meine eigene Meinung zu dem Thema.
ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ, സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ തേമയിൽ അടുത്ത കാര്യം പറയേണ്ടത് ഫിറ്റ് ബ്ലൈബിനെ കുറിച്ച് ഒരു 3-4 പോയിൻറ്റ്സ് പറയുക, സെൻറ്റൻസായിട്ട് പറയുക. ഓക്കെ, അപ്പം അതിൽ ഞാനെപ്പോഴും ഇങ്ങനെ നമ്മളെന്താ ഒരു ഷോർട്ടായിട്ടൊന്ന് എഴുതി വയ്ക്കില്ല, നമുക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടി. അത് പോയിൻ്റായിട്ട് എഴുതി ഞാൻ എഴുതിയിരിക്കുന്നത് യുങ് ആൻഡ് ലേഷൻ ഹോയ്റ്റ്സു ടാഗെ, ഇന്നത്തെ കാലത്തെക്കുറിച്ചിട്ട് വേണം നമ്മൾ അത് പറയാൻ. ടേഗ്ലിഷെ അങ്ങനെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മേഡ്സൺ യുങ്ങൻ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വേർഡ്സുകൾ ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ മ്യോഗ്ലിഷ്കേറ്റിനാണ് പോകുന്നത്. അപ്പം 3 മ്യോഗ്ലിഷ്കേറ്റൻ ഫിറ്റ് ബ്ലൈബിനെ കുറിച്ച് നമ്മൾ പറയാം. അപ്പം മ്യോഗ്ലിഷ്കേറ്റൻ പറയാൻ പോകുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് വേണമല്ലോ. അതിൽ നമുക്ക് എസ് ഗിപ്റ്റ് മാരറെ മ്യോഗ്ലിഷ്കേറ്റൻ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇൻ ദെയർ ഹോയ്റ്റിഗൻ ഗിനറാക്സ്യോൺ ഗിപ്റ്റസ് ഫീലെ മ്യോഗ്ലിഷ്കൈറ്റ് അങ്ങനെ പറയാം. അതുപോലെ തന്നെ എസ് ഗിപ്റ്റ് ഫീലെ ആൾട്ടർനേറ്റീവ് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പം ഏതാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ടാണ് സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്പീക്കിങ്ങിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അത് അങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 3 മ്യോഗ്ലിഷ്കേറ്റൻ, എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു റേഡിയമെറ്റൽ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സുംബായിഷ്പിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം യോഗ മാഹൻ, അതുപോലെ തന്നെ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗേയൻ, അതുപോലെ തന്നെ സൂംബ മാഹൻ, സ്പോട്ട് റൈബൻ, ഗസൂണ്ട് എസൻ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗസൂണ്ട് എയറിനേറും, അതുപോലെ തന്നെ ഗുട്ടെ ഷ്ലാഫൻ. അപ്പം ഞാനിവിടെ കുറേ മ്യോഗ്ലിഷ്കേറ്റൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്ത് 3 മ്യോഗ്ലിഷ്കേറ്റൻ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല മ്യോഗ്ലിഷ്കേറ്റൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പം ആദ്യത്തെ 3 നമ്മൾ എഴുതി വയ്ക്കുന്നു. ആദ്യത്തെ 2 നമ്മളൊരു 3 ഫോർട്ടൈലെ 3 നാക്ടൈലെ ആദ്യത്തെ 2 മ്യോഗ്ലിഷ്കേറ്റിന് പറയുന്ന സമയത്ത് സ്വൈറ്റൈലേക്ക് കണക്ടോറൻറ്റ് യൂസ് ചെയ്ത് പറയാം, അതുപോലെ തന്നെ അല്ലാത്ത കണക്ടോറൻറ്റ് യൂസ് ചെയ്ത് പറയാം. എല്ലാം നമ്മൾ സ്വൈറ്റൈലേക്ക് കണക്ടോറൻറ്റ് യൂസ് ചെയ്ത് പറയേണ്ടി വരത്തില്ല, ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വൈറ്റൈലിക യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈൽ യൂസ് ചെയ്യാം, ദസ്, ദാറും, ദസ് വേഗൻ അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സുവർ സ്റ്റേ എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സുവർ സ്റ്റേ, മ്യോസ്റ്റേ ഇഷ് എന്നും പറഞ്ഞിട്ട് യൂബർദസ് യോഗമാഹൻ പറയാം. ഓക്കെ, യോഗമാഹൻ സ്പ്രഹൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോർട്ടൈലെയും നാക്ടൈലെയും പറയുമ്പോൾ കണക്ടോറൻറ്റ് യൂസ് ചെയ്ത് പറയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മ്യോഗ്ലിഷ്കേറ്റൻ പറയുമ്പോൾ അന്തേരെ മ്യോഗ്ലിഷ്കൈറ്റ് ഇസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് എഴുതിയ മ്യോഗ്ലിഷ്കേറ്റൻ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോർട്ടൈലെ നാക്ടൈലെ പറയുക. ഓക്കെ, ഇനി മൂന്നാമത്തെ മ്യോഗ്ലിഷ്കേറ്റൻ പറയുമ്പം അത് ഗനോവറായിട്ട് കുറച്ച് എടുത്ത് പറയുക, അതായത് കുറച്ച് കൂടുതൽ ഫോർട്ടൈലെയും നാക്ടൈലെയും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 4 to 5 ഒക്കെ പറയാം. നാക്ടൈലെ 4 to 5 പറയാം, മിനിമം ഒരു 4 എങ്കിലും പറയുക. അതുപോലെ തന്നെ നാക്ടൈലെ 4 പറയുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രയാസമായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഓർമ്മ വരുന്നത്, നിങ്ങൾക്ക് അന്നേരം കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് അന്നേരം മനസ്സിൽ എന്താ വരുന്നത് അത് എഴുതി വയ്ക്കുക. ഓക്കെ, ഫോർട്ടൈലെയും നാക്ടൈലെയും ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക, അതവിടെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗനോർ പറയുമ്പം അതിന് ഞാൻ ഇന്ന കാര്യമാണ് ഗനോറായിട്ട് പറയാൻ പോകുന്നത്. അതിന് ഒരു സെൻറ്റൻസ് പറയാം, ഇൻ മൈനും ബ്ലിക്ക് വിങ്കൽ ഇസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തെ മ്യോഗ്ലിഷ്കേറ്റ് പറയുക. അതിൻ്റെ കൂടെ തന്നെ അതിനെ ബെസർ ഔസ്വാൾ ദാരൻ മ്യോസ്റ്റേഷ് എസ് ഗനോവറെ ബെസ്ഷ്രൈബൻ. ഓക്കെ, ഇതും കൂടെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
ആ മ്യോഗ്ലിഷ്കേറ്റൻ എന്ത് ചെയ്യണം, അതിൻ്റെ മ്യോഗ്ലിഷ്കേറ്റൻ്റെ ഫോർട്ടയിൽ നാക്ടയിലെയും പറയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒപ്പീനിയൻ മൈനുങ് ആണ് പറയേണ്ടത്. ഇപ്പം മൈനും മൈനു അങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് വെർബ് ചേർത്ത് നമ്മുടെ ഒപ്പീനിയൻ ആ ഫിറ്റ് ബ്ലൈബിനെ കുറിച്ച് ഒപ്പീനിയൻ പറയുക. അല്ലെങ്കിൽ ഇഷ് ഡെങ്കെ ദാസ് വരുമ്പം നമ്മുടെ വെർബ് അമ്മൻ്റെയിലാണ്. ഓക്കെ, അങ്ങനെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനാണ് പറയുന്നത്. കൺക്ലൂഷൻ ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കൺക്ലൂഷൻ വായിക്കാം. ഇഷ് ഹോഫെ ദാസ് ഇഷ് ഈനൻ ഐൻപാർ സ്പാനിൻ്റെ ഐൻബ്ലിക് ഗേബൻ ക്വാൻറ്റെ യെറ്റ്സ് കൊമീഷ് സും എൻ്റെ മൈനർ പ്രസൻറ്റാക്സിയോൺ ഇഷ് ബിൻ സർ ഡാങ്വാർ ഫ്യൂർ വൈറ്ററെ ഫ്രാഗെ സ്റ്റേ ഇഷ് ഈനൻ സുർ പെർഫ്യൂം. ഓക്കെ, ഇതാണ് നമ്മുടെ കൺക്ലൂഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഇത്രയും കൺക്ലൂഷൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാർട്ട്ണർ നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ തേമേനെക്കുറിച്ച്, ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്ത ഫിറ്റ് ബ്ലൈബൻ, ചിലപ്പോൾ ഫിറ്റ് ബ്ലൈബിനെക്കുറിച്ച് നമ്മുടെ തേമേനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ തേമ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏതെങ്കിലും പോയിൻ്റ് പാർട്ട്ണറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ചോദിക്കും. ഓക്കെ, അപ്പം റിലേറ്റഡ് ടു എന്തായിരുന്നാലും നമ്മുടെ തേമയിൽ നിന്നായിരിക്കും ചോദിക്കേണ്ടത്. അങ്ങനെയാണ്, ഔട്ട് ഓഫ് തേമയിൽ ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, താങ്ക് യു പറയണം പാർട്ട്ണറിന്. പറഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ കൊടുക്കുക. ഓക്കെ, ആൻസർ കൊടുക്കുക. അതിനുശേഷം ആൻസർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എക്സാമിനർ ഉടനെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനും ആൻസർ കൊടുക്കുക. ചിലപ്പം ഒരു എക്സാമിനറായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ചിലപ്പോൾ രണ്ടുപേരും ചോദിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു B2 സ്പ്രഹൻ്റെ ഫസ്റ്റ് ടൈലായ തേമയുടെ ഒരു ഓർഡർ. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് അഡ്ജക്റ്റീവ്സൊക്കെ ആഡ് ചെയ്ത് സംസാരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്ത കുറച്ച് അഡ്ജക്റ്റീവ്സ് പറയാം. ഇനി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വായിക്കാം. സിഷർ, ബെക്യൂം, ഐൻഫാഹ്, ഇൻറ്ററസാൻറ്റ്, ഗുഡ് വാൾ, നോട്ട് വെൻഡിക്, ന്യൂട്സ്ലിഷ്, വിഷ്ടിക്, schnell, besser, üblich, suchtig, müde. അപ്പം ഇങ്ങനെ കുറേ അഡ്ജക്റ്റീവ്സൊക്കെ നമുക്ക് തേമയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കഷനിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ തേമ പറഞ്ഞു കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്തായിരുന്നാലും പാർട്ട്ണറിനോട് പറഞ്ഞ തേമയെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഇങ്ങനെ പറയുക. ദു ഹാസ്റ്റ് സ്വാസർ ഗുഡ് ഗെസ്പ്രോഹൻ ആബർ ഇഷ് മ്യോഷ്ടെ eine Frage stellen vielen Dank für Ihre Frage. vielen Dank für Ihre Frage എന്ന് പറയുന്നത് പാർട്ട്ണർ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് vielen Dank für Ihre Frage എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണർ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇനിയിപ്പം പാർട്ട്ണർ തേമ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പാർട്ട്ണറിനോട് പറയേണ്ടത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പേ പറയേണ്ടത് ദു ഹാസ്റ്റ് സ്വാർസർ ഗുഡ് ഗെസ്പ്രോഹൻ aber ich möchte eine Frage stellen എന്ന് പറഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പാർട്ട്ണർ എന്ത് ചെയ്യണം, താങ്ക് യു പറയണം. അതാണ് vielen Dank für Ihre Frage. എന്നിട്ട് വേണം ആൻസർ കൊടുക്കാൻ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ ദാസ് എന്ന് പറയുന്ന ഒരു കണക്ടറിനെ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ കൺക്ലൂഷൻ ഇഷ് ഹോഫെ, ഞാൻ ദാസ് എന്നാണ് പറഞ്ഞത്, നമ്മളത് ദസ് DASS, അതിന് നമ്മൾ ദസ് എന്നാണ് പറയുന്നത്. DASS വരുന്നത് ദസ് എന്നാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പം അത് ശ്രദ്ധിച്ചില്ല. ദാസ് എന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദാസ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിളാണ്. ന്യൂട്രൽ ആർട്ടിക്കിളിനെയാണ് നമ്മൾ ദാസ് എന്ന് പറയുന്നത്. ദസ് എന്ന് പറയുന്നത് DASS, ദസ്.
ഓക്കെ ദാറ്റ്. ഓക്കെ, അപ്പം ഇതിലേതെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ചിന്തിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ സ്പീക്കിംഗ് ചെയ്ത സമയത്ത് എക്സ്പീരിയൻസ്. അപ്പം ഞാൻ സ്പീക്കിംഗ് ചെയ്തത് ട്രിവാൻഡ്രത്താണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. ഞാൻ വലിയ കടുകട്ടി വാക്കുകളൊന്നും അവിടെ അന്നേരം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് വലിയ മാർക്കൊന്നുമില്ല, ഞാൻ പാസ്സായി. എന്തായിരുന്നാലും അതിന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റിലാണ് എനിക്കറിയാമെന്നുള്ള ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.